ഡൽഹിയിലെ വിദ്യാർത്ഥി സമരത്തിന് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് പ്രകടനവും യോഗവും നടത്തി. ജനകീയ പ്രതിരോധ സമിതിയുടെ നേതൃത്വത്തിലാണ് കായംകുളത്ത് പ്രകടനവും യോഗവും നടത്തിയത്. ഡൽഹിയിലെ വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ ശ്രമിച്ച കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ചാണ് ജനകീയ പ്രതിരോധ സമിതിയുടെ നേതൃത്വത്തിൽ കായംകുളത്ത് പ്രതിഷേധ പ്രകടനം നടത്തിയത്. ജോസഫ് സി മാത്യു പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്തു. NDA എന്ന് പറയുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് സ്ഥിരം ജീവനക്കാരില്ല. ഡെപ്യൂട്ടേഷനിൽ എടുക്കുന്ന ഏതാനും ജീവനക്കാരെ ഔട്ട്സോഴ്സ് ചെയ്യുന്ന കുറെ പുറംപണികൾ, ഇതെല്ലാം വെച്ചുകൊണ്ട് പരീക്ഷ കടലാസുകൾ, ചോദ്യപേപ്പറുകൾ തയ്യാറാക്കുന്നു, അതിൻ്റെ വാല്യുവേഷൻ നടത്തുന്നു. അതിൻ്റെ കുത്തഴിഞ്ഞ രീതികൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. ഞാൻ സൂചിപ്പിച്ചത് തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങൾ ഇപ്പോഴും അങ്ങനെ കേന്ദ്രം ഏറ്റെടുത്തത് ശരിയായിട്ടുള്ള കാര്യമല്ല, അത് സംസ്ഥാനങ്ങൾക്ക് വിട്ടുതരണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ സംവിധാനം മുഴുവൻ കേന്ദ്രം ഏറ്റെടുത്തത്. എന്നിട്ടാണ് ഇത്ര കുത്തഴിഞ്ഞ രീതിയിൽ ഈ പരീക്ഷാ സമ്പ്രദായം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് ഏതാണ്ട് 150-ലധികം തവണ ഇതിൻ്റെ ചോദ്യക്കടലാസുകൾ ചോർന്നതിനെ കുറിച്ചാണ്. എന്നിട്ട് ഈ വിദ്യാർത്ഥി സമൂഹം മുഴുവൻ അവരുടെ പഠന രീതി തന്നെ നമ്മളും അതിലൊക്കെ ഉത്തരവാദികളായിരിക്കാം. സ്കൂളുകളിലെ പഠന രീതി എന്ന് പറയുന്നത് കോച്ചിങ് സെന്ററുകൾക്ക് അനുസൃതമായി മാറ്റിമറിക്കുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് മാറിക്കഴിഞ്ഞു. അങ്ങനെയുള്ള ഒരു സമ്പ്രദായത്തിൽ രാപ്പകൽ അധ്വാനിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളമാണ് ഇത്ര നിരുത്തരവാദപരമായി ഈ പരീക്ഷ കൈകാര്യം ചെയ്തത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു വർഷത്തെ പരീക്ഷ കൊണ്ട് 14 പേര് ആത്മഹത്യ ചെയ്യുക, 14 വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുന്ന സ്ഥിതിയിലെത്തിച്ചത്. ഇപ്പോൾ ദീർഘമായി ഞാൻ ആ കാര്യം ഇവിടെ തെരുവിൽ വിശദീകരിക്കുന്നില്ല. പക്ഷെ അതിനോടുള്ള പ്രതിഷേധ സൂചകമായി ഈ രാജ്യത്തെ വിദ്യാർത്ഥികൾ ഡൽഹിയിൽ പ്രതിഷേധിക്കാൻ ഇറങ്ങുമ്പോൾ അവരെ നേരിടുന്ന രീതിയാണ് നമ്മൾ കണ്ടുകൊണ്ടാണ്. ഞാൻ ഓർമ്മിക്കുന്നത് രജനി എസ് ആനന്ദിൻ്റെ മരണമുണ്ടായ ഘട്ടത്തിൽ ഇവിടെ ഉണ്ടായ വലിയ പ്രതിഷേധ സമരങ്ങൾ, അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇവിടുന്ന് BMW ഏതോ ഫാക്ടറി പോയി എന്നൊക്കെ എഴുതി പിടിപ്പിച്ച മാധ്യമങ്ങൾ, ആ ഘട്ടത്തിൽ സുകുമാർ അഴീക്കോട് സാർ പറഞ്ഞത് വിദ്യാർത്ഥികൾ കേരള ജനത മരക്കുറ്റികളല്ല എന്ന് തെളിയിച്ചു എന്നാണ്. ബി ദിലീപൻ അധ്യക്ഷത വഹിച്ചു. ജ്യോതികൃഷ്ണൻ, എസ് സീതിലാൽ, സൗഭാഗ്യകുമാരി, N ഉദയകുമാർ, NR അജയകുമാർ, S അനിൽ പ്രസാദ്, തത്ത ഗോപിനാഥ്, മൈന ഗോപിനാഥ്, KS ആനന്ദചന്ദ്രൻ, താഹ വൈദ്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.